ഇപ്പൊ സമൂഹ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം വേടനാണ്. ഒന്നെങ്കിൽ കേരള സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ആരെങ്കിലും ഒക്കെ വേടനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു വാർത്ത കണ്ടിരുന്നു. 5 വർഷം മുൻപ് വേടൻ എഴുതി, അല്ലെങ്കിൽ ഒരു 4 വർഷം മുൻപ് വേടൻ എഴുതി പാടിയ ഒരു പാട്ടാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്നത്. ഈ പാട്ടിലൂടെ മോദിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് NIക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് പാലക്കാട് ഒരു ജനപ്രതിനിധി. അപ്പോൾ ഇപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അത് കേട്ട സമയത്ത് പോലും ആർക്കും തോന്നിയിട്ടുണ്ടാവാത്ത ഒരു കാര്യമാണ് ഇവർ തന്നെ പൊക്കിക്കൊണ്ടുവന്ന് മോദിക്കെതിരെയാണ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വേടനല്ല, ഇവരാണ് മോദിക്കെതിരെ സംസാരിച്ച് ഇൻഡയറക്ട്ലി വേടനിലൂടെ മോദിയാണ് ഇത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമല്ലേ ഇവർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇത് എന്താ, നമുക്ക് നമ്മളെയാണ് പറയുന്നത് സ്വന്തമായിട്ട് തോന്നുക, എന്നിട്ട് സ്വന്തമായിട്ട് പറയുക എന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് സംഘപരിവാറിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ദളിത് രാഷ്ട്രീയം പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇതാണ് പറയുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്നത് ജനാധിപത്യ രാഷ്ട്രീയമല്ല, ഹിന്ദുത്വ രാഷ്ട്രീയമാണെന്ന് ഇവർ തന്നെ തെളിയിക്കുന്നതിൻ്റെ ഒരു രീതിയാണിത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെയാണ് പറയുന്നത്. എനിക്ക് ഒരു പാട്ടെടുത്ത് കീറി മുറിച്ച് അതിൽ ഓരോ വരികളും പരിശോധിച്ച് എവിടെയെങ്കിലും ഞങ്ങളെ പറയുന്നുണ്ടോ? 4 വർഷം മുമ്പ് വേടൻ ഈ പാട്ട് എഴുതിയപ്പോൾ സംഘപരിവാറാണ് അല്ലെങ്കിൽ RSS BJP ആണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നിറങ്ങിയ ദളിത് രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഒരു പാട്ട് അന്നത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ അന്ന് ആരാണോ ഭരിക്കുന്നത്, ഇന്ത്യ ഭരിക്കുന്നത്, അവർക്കെതിരെയാണെന്ന് അവർ തന്നെ വിചാരിക്കുക. അല്ലെങ്കിൽ വേടൻ ഒരിക്കലും ഈ ഒരു 4 വർഷത്തെ കാലയളവിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ ഒരു ദളിത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. നൂറ്റാണ്ടുകളായിട്ട് വേടൻ ജനിച്ച സമയം മുതൽ വേടൻ ഇതുവരെ അനുഭവിച്ചു വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് വേടൻ അതിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവര് തന്നെ ഇത് ഞങ്ങൾക്കെതിരെയാണ് അല്ലെങ്കിൽ ഇത് ഇന്നൊരു വ്യക്തിക്കെതിരെയാണ് എന്ന് പറഞ്ഞ് ഇവര് തന്നെ അത് വളച്ചൊടിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അതെ, ആ വരികളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം. അതിനകത്തിൽ തുടങ്ങുന്നത് തന്നെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിലനിന്നിരുന്ന ഈ ജാതി അധിക്ഷേപത്തെ പറ്റിയും അതേപോലെ ദളിത് രാഷ്ട്രീയത്തിനെതിരെയുള്ള പല പോരാട്ടങ്ങളെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഭരണവർഗം തന്നെ ദളിത് രാഷ്ട്രീയത്തിനെ ഒരിക്കലും സപ്പോർട്ടീവായിട്ട് നിന്നിട്ടില്ല. എപ്പോഴും ദളിതരെ ഒരു അടിസ്ഥാന വർഗമായിട്ട് തള്ളിക്കളയുന്ന ഒരു രീതിയുണ്ട്. ഈ രീതികളെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. അതൊരു 3 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ടോ ഉണ്ടായ കാര്യമല്ല. ഇപ്പോൾ ഈ ഒരു സംഘപരിവാറിന്റെ ഒരു പ്രതിനിധി തന്നെ ഇതിനെതിരെ അല്ലെങ്കിൽ വേടന്റെ ഈ ഒരു പാട്ടിന്റെ ഇടയ്ക്ക് 2-3 വരികൾ എടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ മോദിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇത് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്ന പാട്ടായിട്ട് അതിനെ ഒരു പരിവർത്തനം നടത്തുക. അത് തന്നെയാണല്ലോ സ്ഥിരം ഈ വേടൻ എന്താണോ പറയുന്നത്, ദളിത് രാഷ്ട്രീയത്തിനകത്ത് പറയുന്ന അതേ കാര്യം തന്നെ. ഇവരെന്തെങ്കിലും പറഞ്ഞു വെക്കുകയാണെങ്കിൽ, ഇവർ ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് തീവ്രവാദമായി, അത് പ്രശ്നമായി. അത് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇയാളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതെ, അതുപോലെ തന്നെ ഇപ്പൊ വേടൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിന് വാക്കാലെടുത്തവൻ അല്ലെങ്കിൽ ഇത് അവർക്കെതിരെ സംസാരിച്ചു തുടങ്ങിയത്, വേടനെ പോലുള്ള സമുദായത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തുന്നവർക്കെതിരെ സംസാരിച്ചു തുടങ്ങിയാൽ അവരെ ഇപ്പം ശരിക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തീവ്രവാദികളായിട്ട് മാറ്റി നിർത്തും എന്നുള്ളത്. ശരിക്കും നമ്മളിപ്പോ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേടനെ പോലുള്ളവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഈ ഒരു കലയല്ല അല്ലെങ്കിൽ ഇതിലൂടെ അല്ല അവർ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ അവർക്ക് ഒരു എതിർക്കാൻ പാടില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും കലകളുണ്ട് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കലാസൃഷ്ടി ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാത്രം ചെയ്തുകൊള്ളാം. അപ്പൊ ആ ഒരു പാട്ടിൽ പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ തന്നെ നമ്മളൊന്ന് ശബ്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീവ്രവാദിയായി. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കലകളൊക്കെ ഉണ്ടെങ്കിൽ, കലാസൃഷ്ടികൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോളുക. പക്ഷെ ഒരു അക്ഷരം പോലും ഭരണപക്ഷത്തിനെയോ അല്ലെങ്കിൽ ഭരണാധികാരികളെയോ ഈ മുതലാളിത്തത്തിനെതിരെയോ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അപ്പോഴത്തേക്കും നിങ്ങളുടെ ശബ്ദത്തിന് ഞങ്ങളെതിരായി ഞങ്ങൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇതൊരു തീവ്രവാദ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മാറ്റിക്കും. ആ ഒരു രീതി തന്നെയാണ്. അല്ലെങ്കിൽ ഏതൊരു ഇപ്പോൾ നമ്മളെ അടുത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഇബ്രാൻ സിനിമയിൽ ഇവർക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തിക്കെതിരെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന രീതിയിൽ എത്രയോ കേസുകളാണ് കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവർ തന്നെ പറയുകയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോഷൻ ഞങ്ങളെ പറ്റിയിട്ടാണ്. അതായത് ഒരുപക്ഷെ അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇവരിങ്ങനെയാണ് എന്നുള്ളത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യം അവർ ഏറ്റുപിടിക്കുന്നത്. അന്ന് ഒരു 50 മില്യൺ ആൾക്കാരാണ് ഇപ്പോൾ വോയിസ് ഓഫ് വോയിസ്ലെസ് കണ്ടിട്ടുണ്ട് എങ്കിൽ ഇവർ ഈ പറഞ്ഞത് വെച്ചിട്ട് എത്ര കോടി ആൾക്കാരാണ് ഇപ്പൊ അതിനകത്ത് കയറി ആ പാട്ട് കണ്ടിട്ടുള്ളത്. നമ്മുടെ പാട്ടിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാതെ ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്തയായതിനു ശേഷം അതിനകത്ത് എന്താണ് മോദിയെ കുറിച്ച് പറഞ്ഞത് എന്നറിയാൻ വേണ്ടി വന്ന് കേൾക്കുന്ന ഒരുപാട് ആളുകൾ. ആ സിനിമയെ സംബന്ധിച്ച് അത് തന്നെയായിരുന്നു. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ആരും കാണരുതെന്ന രീതിയിലായിരിക്കും അവർ പറയുന്നത് ഈ കരയിൽ നിന്ന് ഈ ഒരു പോർഷൻ എടുത്ത് മാറ്റണം എന്നുള്ള രീതിയിലേക്ക്. ആ പോർഷൻ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഈ എടുത്ത് മാറ്റിയത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ കൂടുതലായിട്ടും ആ സിനിമയെ പറ്റി അന്വേഷിക്കുന്നത്, അതെ, അല്ലെങ്കിൽ കണ്ട ആൾക്കാരോട് അന്വേഷിക്കുന്നത്. അതേ രീതി തന്നെയാണ് വേടന്റെ പാട്ടുകൾ. ഇപ്പോൾ ആ ഒരു വരി അന്ന് കേട്ട ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞാൽ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ പോയി നമ്മളിപ്പോൾ രണ്ടാമത് ഈ ഒരു പാട്ട് കേട്ടു,
രണ്ടാമത് പാർട്ടി ഇട്ടിട്ട് എവിടെയാണ് നമ്മുടെ നരേന്ദ്രമോദിയെ പറ്റി പറയുന്നത് എന്നുള്ള രീതിയിൽ ഓരോ വരികളും എടുത്ത് പരിശോധിക്കായിരുന്നു. ഏത് പോർഷനിലായിരിക്കും പറയുന്നത്, ഏത് പോർഷനിലാണ് നമ്മൾ മോദിയെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ തന്നെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ, ഇതുകൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ, എന്നിട്ട് അവസാനം നമ്മൾ ഇദ്ദേഹം കൺക്ലൂഷനിൽ എത്തിയതുപോലെ നമ്മൾ അദ്ദേഹത്തിന്റെ കൺക്ലൂഷനിലേക്ക് ഇത് മോദിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെയാണ് ദളിത് രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ പറയുന്ന മുതലാളിത്തവും അല്ലെങ്കിൽ ഈ ഹിന്ദുത്വവാദത്തിലൂടെ ദളിതരെ അടിച്ചമർത്തുന്നത് അപ്പൊ ഈ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഈ BJP-കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പറയുന്നത്. ഇവര് തന്നെ ഒരു ഉത്തരം നമുക്ക് ഇങ്ങോട്ട്, അതായത് അവർക്ക് തന്നെ അറിയാം അവരെങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് എന്നുള്ളത് ഇൻഡയറക്ട്ലി ഇയാൾ പറഞ്ഞു വെക്കുന്നത് പോലെയാണ് എനിക്ക് വേടിന്റെ പാട്ടിലൂടെ നരേന്ദ്രമോദി ഇവര് തന്നെ റിലേറ്റ് ചെയ്ത് നമ്മളെ എല്ലാവരെയും കൂടെ വിടുകയാണ് അങ്ങോട്ട്. അവിടെ പോയി നോക്കൂ, ആ പാട്ടിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് ഞങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇത് ഞങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇത് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഈ ഒരു രീതിയിലേക്ക്. പക്ഷെ ഇവർക്കൊരു ബുദ്ധി എന്ന് പറയുന്ന കാര്യമില്ലേ? ഇത്തരത്തിൽ ദളിതരെ അടിച്ചമർത്തുന്നത് 3-4 വർഷം കൊണ്ടൊന്നും തുടങ്ങിയ കാര്യമല്ല. ഈ ഇന്ത്യ രൂപീകരണത്തിന്റെ കാലം തൊട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഈ മാറ്റി നിർത്തല് എന്താ പറയാ, തൊടാൻ പാടില്ല, അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുന്നത് പല മാറ്റി നിർത്തലുകളും അന്ന് മുതലേ ഉണ്ട്. പക്ഷേ ഇന്നിപ്പം ഇങ്ങനെ ഒരാൾ ശബ്ദം അല്ലെങ്കിൽ ശബ്ദിച്ചപ്പോഴാണ് ഇത് വാർത്തയാവുകയും അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. നേരത്തെ മുതലേ തന്നെ, അല്ലെങ്കിൽ ഇപ്പം ആതിര പറഞ്ഞതുപോലെ തന്നെ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ രാജ്യം ഉണ്ടായ കാലം മുതലേ തന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ പോലെ മാറ്റി നിർത്തപ്പെടുകയല്ല. ദളിതരെന്ന് മാത്രമല്ല പല ജാതിയിലും. വേടനെ സംബന്ധിച്ച് വേടൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് വന്ന് കുറ്റം പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇവിടെ വരുന്ന ഭരണവർഗമാണെങ്കിലും മുതലാളിത്ത വർഗമാണെങ്കിലും ഇതാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഉയർന്നു വരാൻ പാടില്ല, ഞങ്ങളത് സന്തോഷിക്കാൻ പാടില്ല, ഞങ്ങളൊരു ഉന്നത സ്ഥാനത്തേക്ക് വരാൻ പാടില്ല, ഞങ്ങളുടെ ശബ്ദം മറ്റുള്ള 4 പേര് കേൾക്കുന്നവർക്ക് പ്രശ്നമാണ്. അതെ, വേടന്റെ ശബ്ദം 10 പേര് എക്സ്ട്രാ കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. ഇവർക്കൊക്കെ എതിരെ ആർക്കോ ഇനി കൂടുതൽ വേടന്മാർ വന്ന് ശബ്ദിക്കുമോ എന്നുള്ള പ്രശ്നം, ഇവരൊക്കെ വീണ്ടും ഒരേ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളൊരു പ്രശ്നം. പക്ഷെ ഒരുപക്ഷെ ഇവരിത് മൈൻഡ് ആക്കാതെ അല്ലെങ്കിൽ ഇവരിത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ വേടനിലേക്ക് എത്തിപ്പെടില്ല. ഇപ്പൊ നമ്മളെ പോലെയുള്ളവർ വീണ്ടും ആ പാട്ട് കേൾക്കാൻ ഇവരൊരു കാരണമാവുകയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ 4 വർഷം മുൻപ് ഇറങ്ങിയൊരു പാട്ട് ഇങ്ങനെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കേൾക്കേണ്ട ഒരു സാഹചര്യത്തിലല്ലായിരിക്കാം പല ആളുകളും. പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ എന്താണ് അതിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് വേടൻ പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീണ്ടും കേട്ട് അങ്ങനെ അറിയപ്പെടുന്ന ആളുകൾ ഇഷ്ടംപോലെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നിലവിൽ വരുന്നുണ്ട് തോന്നുന്നു. അതില് ഈ പറയുന്നത് പോലെ എന്താ പറയാ, മോദി സർക്കാരിന്റെ ആയാലും അവരുടെയൊക്കെ ഒരു ഭാഗം ശരിക്കും വേടന് ഇൻഡയറക്ട്ലി അവരൊരു പ്രൊമോഷൻ നൽകുന്നത് പോലെ തന്നെയാണ്. പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, സംഘപരിവാർ ഞങ്ങള് ഈ ദളിതരെ കൂടെ നിർത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് രാഷ്ട്രപതി മുതൽ ഓരോ സ്ഥാനത്തേക്കും ഇവർ ദളിതരെ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള പ്രൊമോഷൻസും നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തി വെക്കുന്ന ഒരു പാർട്ടിയിൽ ഇത്തരം ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരം പ്രതിനിധികൾ വന്നിട്ട് ഞങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു അവർ തന്നെ കാണിച്ചു തരുന്നൊരു രീതിയാണ് ചെയ്യുന്നത്.